ഇന്ന് നമ്മൾ പുൽക്കൂട് ഉണ്ടാക്കുന്ന രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ പുല്ല് കൊണ്ട് പുൽക്കൂടിൻ്റെ ബാക്കി സൈഡെല്ലാം നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 4 സൈഡും ഫില്ല് ചെയ്തിട്ട് ബാക്കി മുമ്പോട്ട് നിൽക്കുന്ന പുല്ലെല്ലാം കത്രിക കൊണ്ട് കട്ട് ചെയ്തിട്ട് പുൽക്കൂടിനെടുത്ത് വെച്ചു. അത് കഴിഞ്ഞ് പുൽത്തൊട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കമ്പ് കൊണ്ട് നമ്മൾ പുൽത്തൊട്ടി ഉണ്ടാക്കുകയാണ്. മുട്ടുസൂചിയും അതിൻ്റെ പുല്ലിൻ്റെ തന്നെ തണ്ടും കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതിട്ട് പുൽത്തൊട്ടി ഉണ്ടാക്കി. അപ്പോൾ നമ്മൾ പുൽത്തൊട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബിംബങ്ങളെല്ലാം എടുക്കാം. സ്റ്റാച്യൂസ് എല്ലാം എടുത്ത് പെട്ടിനെടുത്ത് തുറന്നെല്ലാം വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഓരോന്നും എടുത്ത് അതിൽ വയ്ക്കാം. അപ്പോഴത്തേക്കും കുട്ടികളെല്ലാം എടുത്ത് വെച്ച് കളിക്കുന്നുണ്ട്. അവരാദ്യമായിട്ട് കാണുന്നത് അതല്ല, ഒരുപാട് നാൾക്ക് ശേഷമാണ് നമ്മുടെ നാട്ടിൽ വന്നത് ക്രിസ്മസ് ആഘോഷിക്കാൻ. ഏഞ്ചൽ. അപ്പോൾ ഇപ്പം നമ്മൾ പുൽക്കൂടിലെ സ്റ്റാച്യൂസ് ഒക്കെ വെക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് നാളെ നമ്മൾ കൂര വിടും. നമുക്ക് വയ്ക്കാം. ബാക്കിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുളം ഉണ്ടാക്കിയതിലേക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഞാൻ വൈറ്റും ബ്ലൂവും വെച്ചാണ് പെയിൻറ്റ് ചെയ്യുന്നത്. വാട്ടറിൻ്റെ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊരു വാട്ടർ ഷെയ്ഡ് കൊടുത്തുണ്ടാക്കിയിട്ടുണ്ട്. പുൽക്കൂടിനകത്തോട്ട് നമ്മൾ കടീര പൊടിയും കൂടി ഇട്ടിട്ട് സിലും കൊടുക്കുന്നുണ്ട്.